പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട പി സരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നതാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യം. അതിന്റെ ഉത്തരം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തിൽ ഇപ്പോൾ CPM സരിനെ കൂടെ നിർത്തുകയാണ്. പി സരിനെ ഔദ്യോഗികമായി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്ററാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. AKG സെന്ററിലെത്തിയ സരിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AK ബാലനും ചുവപ്പ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയിലായെന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചതും. സരിൻ സംഘടനാതലത്തിൽ പ്രവർത്തിക്കും, ഘടകവും മറ്റു ചുമതലകളും ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ്, ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല, ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും CPM നേതൃത്വം സരിനെ കൈവിടാത്തതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്. സരിന്റെ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതിലൂടെ സരിനെ മുൻനിർത്തി പല നീക്കങ്ങളും CPMന്റെ പദ്ധതിയിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ് CPM ലക്ഷ്യം വയ്ക്കുന്നത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടം തന്നെയാണ്. ഒരു കാരണവശാലും കോൺഗ്രസിനെ വളരാൻ അനുവദിക്കില്ല എന്ന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് CPMന്റെ ഓരോ നീക്കവും. സരിനെ മുൻനിർത്തി തന്നെ തിരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് CPMന്റെ ഇപ്പോഴത്തെ ആലോചന. അതിന്റെ ഭാഗമായുള്ള ആദ്യ ചുവടുവയ്പ്പാണ് സരിനെ ഔദ്യോഗികമായി പാർട്ടി സ്വീകരിച്ചത്. അതേസമയം കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരുടെ വരവ് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് UDF പ്രതീക്ഷിച്ചെങ്കിലും തികച്ചും വിപരീത ഫലങ്ങളും അത് സൃഷ്ടിച്ചിരുന്നു. കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസിലെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അക്കമിട്ട് നിരത്തി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സന്ദീപ് വാര്യരെ പോലെ ഒരു BJP നേതാവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ ചേക്കേറിയപ്പോൾ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. മുൻപും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെ കുറിച്ചും അതുപോലെ തന്നെ BJP ചായ്വിനെ കുറിച്ചും CPM നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരം ആരോപണങ്ങളെ ശരിവെക്കുന്ന അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. അതേസമയം BJP ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നെങ്കിലും സന്ദീപിന്റെ ഉള്ളിലെ BJP മമത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരിക്കൽ പോലും RSSനെ തള്ളി പറയാത്ത ഒരു നിലപാടായിരുന്നു സന്ദീപ് വാര്യർ എപ്പോഴും സ്വീകരിച്ചിരുന്നത്. ഇനി സന്ദീപ് വാര്യരെ കൂടാതെ മറ്റു പ്രധാനപ്പെട്ട BJP നേതാക്കളും CPMലേക്ക് വരുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന പേരുകൾ ശോഭാ സുരേന്ദ്രന്റെയും MT രമേശിന്റെയുമായിരുന്നു. ഈ രണ്ട് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം തീവ്ര വലതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന നേതാക്കളാണ്. BJPയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായി എടുത്തു പറയാൻ സാധിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇനി BJP ബന്ധം ഉപേക്ഷിച്ച് വരാനിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണെങ്കിൽ തീർച്ചയായും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെ മാറിമറിയുന്നതാണ്. അത് കോൺഗ്രസിന്റെ ആശയങ്ങളെയും മൊത്തത്തിലുള്ള സംഘടനാ സംവിധാനത്തെയും വരെ ബാധിക്കും. തീവ്ര വലതുപക്ഷ നിലപാടുണ്ടായിരുന്ന സന്ദീപ് വാര്യരും ഇനി BJP പാർട്ടി വിട്ട് വന്നേക്കാവുന്ന ശോഭാ സുരേന്ദ്രനും MT രമേശും ചേർന്ന് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയേക്കാം. മാത്രമല്ല ഇതെല്ലാം പ്രതിഫലിക്കുക വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആയിരിക്കും. അതേ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പി സരിനെ കളത്തിലിറക്കി CPM പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ വരെ വെല്ലുവിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച സരിനെ തന്നെ CPM കളത്തിലിറക്കുന്നത് ഒന്നും കാണാതെയല്ല. സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ് BJP ബന്ധത്തെ കൂടുതൽ വെളിവാക്കുമ്പോൾ സരിൻ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കും വ്യക്തത വരുന്നതാണ്. പരാജയപ്പെടാനുള്ള ആളെ മത്സരത്തിനിറക്കി BJP കോൺഗ്രസിനെ സഹായിച്ചു, BJPയുടെ വോട്ട് കിട്ടിയത് കോൺഗ്രസിനാണ്, കോൺഗ്രസിൽ പാദസേവ രാഷ്ട്രീയമാണ് എന്നിങ്ങനെ തുടങ്ങിയ സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് സന്ദീപ് വാര്യരിലൂടെ കോൺഗ്രസ് തെളിയിക്കുന്നതുമാണ്.
എന്തായാലും ഈ ഓട്ടപ്പന്തയത്തിൽ സന്ദീപിനെ ഒപ്പം കൂട്ടിയതിന്റെ ആശ്വാസത്തിൽ ഇപ്പോൾ സമാധാനമായി വിശ്രമിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ അതേസമയം തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുകയാണ് CPM ചെയ്യുന്നത്.